ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ സമാധാനം ഉണ്ടാക്കുക എന്ന ഉത്തരവാദിത്വം ചെറിയ കാര്യമല്ല. ഭർത്താവിന്റെ മനസ്സിൽ സമാധാനം ഉണ്ടാക്കുക എന്ന ഉത്തരവാദിത്വം ചെറിയ കാര്യമല്ല. ആരാണ് ഏറ്റവും നല്ല പെണ്ണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. ആരാ ഏറ്റവും നല്ല പെണ്ണ്? വിഭവസമൃദ്ധമായ സദ്യകളാൽ, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളാൽ തീന്മേശ അലങ്കരിക്കുന്നവളോ? അതല്ല, തന്റെ തറവാട്ട് സ്വത്ത് മുഴുവനും വിറ്റ് ഭർത്താവിൽ കച്ചവടം ചെയ്യാൻ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നവളോ? ആരാണ് ഏറ്റവും നല്ല പെണ്ണ്? തന്റെ വിദ്യാഭ്യാസം കൊണ്ട് മൂല്യമേറിയ ഉപദേശങ്ങൾ ഭർത്താവിന് കൊടുക്കുന്നവളോ? ആരാണ് ഏറ്റവും നല്ല പെണ്ണ്? ഇതൊന്നുമല്ല. ആകാശത്തിന് താഴെ, സൂര്യൻ ഉദിക്കുന്ന ആകാശത്തിന് താഴെ ഏറ്റവും നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ രാവിലെ തഹജ്ജുദിന് എഴുന്നേൽക്കുകയും അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കുകയും എന്നിട്ട് കിടന്നുറങ്ങുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചുണർത്തുകയും തന്റെ കൂടെ നിർത്തി നമസ്കരിപ്പിക്കുകയും ചെയ്യുന്ന പെണ്ണാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല പെണ്ണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ തന്റെ പ്രിയതവന്റെ കൈ പിടിച്ച്, തന്റെ പ്രിയപ്പെട്ടവന്റെ കൈ പിടിച്ച്, ആ കൈവിടാതെ മുറുകെ പിടിച്ച് നടക്കുന്നവരാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല പെണ്ണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു.